ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹട്ട്. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പക്കോടയാണ്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സാമ്പാർ ചീരയാണ്. ചെറിയ പിങ്ക് പൂക്കളുമായി പറമ്പിൽ ധാരാളമായി കാണപ്പെടുന്ന സാമ്പാർ ചീര ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. പേരിൽ സാമ്പാർ എന്നുണ്ടെങ്കിലും സാമ്പാറിനോട് കാണിക്കുന്ന പ്രേമൊന്നും നമ്മൾ ഇതിനോട് കാണിക്കാറുമില്ല. പരിപ്പ് ചീര, കൊഴുപ്പ് ചീര, സിലോൺ ചീര, പൊന്നാങ്കണി ചീര, ബ്രാഹ്മണ ചീര, വാട്ടർ ലീഫ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമ്പാർ ചീര ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ കൂടി കഴിപ്പിക്കാൻ ഒരു മാർഗമാണ് ഈ വീഡിയോയിൽ കണ്ടു നോക്കൂ. എനിക്ക് വളരെ കുറച്ച് സാമ്പാർ ചീര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനോടൊപ്പം വള്ളിച്ചീര കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് വള്ളിച്ചീര. അങ്ങനെ പറമ്പിൽ നിന്നും ഞാൻ സാമ്പാർ ചീരയും വള്ളിച്ചീരയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒലച്ച് കഴുകി ഇലയില അടർത്തി മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഓരോന്നും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്കിപ്പോൾ ഒരു ബൗള് നിറയെ കിട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ ഒരു ബൗള് തന്നെ കടലമാവും എടുത്തിട്ടുണ്ട്. ഈ കടലമാവിലെ കട്ടകളൊക്കെ നമ്മൾ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ സാമ്പാർ ചീരയും അതിനോട് ഒപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന കടലമാവും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ ഉപ്പ്, 2.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. 1.5 സ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം സാമ്പാർ ചീര പേര് പോലെ വാട്ടർ ലീഫാണ്. അതിൽ തന്നെ ജലാംശമുണ്ട്. ആ ജലാംശം മതി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് സാമ്പാർ ചീരയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തേ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ പരുവത്തിൽ ഈ മാവ് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് മാവ് ഇടുകയാണ്. ഈ പക്കോട ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ചീരയുടെ അളവ് കൂടാനും അതിനേക്കാളും കുറച്ച് കുറവ് മതി നമുക്ക് കടലമാവ്. എന്നാലേ നമുക്ക് ആ സാമ്പാർ ചീരയുടെ പച്ചപ്പ് ആ രുചിയും കൂടുതലായിട്ട് വരും. കടലമാവ് കൂടുതലായി എടുത്ത് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് നമുക്ക് കടലമാവ് സാമ്പാർ ചീരയുടെ അളവിനേക്കാളും കുറഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ്. പക്കോടയുടെ ഒരു സൈഡിനിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടണം. എന്നിട്ട് ഞാനിത് മറിച്ചിട്ടു. ഇപ്പം എന്താ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് മിച്ചം വന്നത് ഞാൻ കടലമാവ് ഒരല്പം കൂടെ കൂട്ടി ഒന്ന് ലൂസാക്കിയിട്ട് കലക്കി ഇട്ട് വറുത്തെടുത്തതാണ്. ഇതിനും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ സാമ്പാർ ചീര അളവ് കൂടിയ ആ പക്കോടയ്ക്കാണ് ഏറ്റവും കൂടുതൽ രുചി. ഇത് നമുക്ക് നല്ല ചൂടോടെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ടൊമാറ്റോ സോസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാനിതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മുറിച്ച് കാണിക്കാം. നല്ല പച്ചപ്പാണകത്ത്. ഈ സാമ്പാർ ചീര ഇഷ്ടമില്ലാത്തവർ പോലും, എനിക്കിഷ്ടമല്ല, ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു വിഭവത്തിന്. സാമ്പാർ ചീര നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. പിന്നെ നമുക്ക് തോരൻ വെക്കാം. മുട്ടയുടെ ഒക്കെ കൂട്ടത്തിൽ തോരനായിട്ടും ഒക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് അത് അത്ര താല്പര്യമില്ല. പിന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം.